ഇത് യമനക്കും എനക്കും നടക്കുന്ന കഥ. പിന്നെ എഴച്ചിലെന്ന് പറഞ്ഞാൽ ആമ ഇതിനെ കാട്ടി സ്പീഡ് ഇപ്പൊ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ അൾട്ടിമേറ്റ് ഗുണ്ട്. നീയാ നാനാ തഗ് ലൈഫ്. അവിടെ എങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. ഏതോ കാലം ട്രെൻഡ് ഔട്ടായ കൂളിംഗ് ഗ്ലാസും ചങ്ങലയിട്ട സാധനം, അതാണ് ഇപ്പോൾ ഇദ്ദേഹം തഗ് ലൈഫ് എന്ന പേരുമായിട്ട് ഇറക്കിയിരിക്കുന്നത്. കോടമ്പാക്കത്തിൽ இருக்க எல்லாருக்கும் நீங்க யாருன்னு காட்டணும். മണിരത്നത്തിന്റെ സിനിമയാണോ അത്? ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ആണ്, പരിപ്പോടെ കോൺഫ്ലിക്റ്റ്. നടിപ്പിൻ നായകൻ സൂര്യയുടെ റെട്രോയില് താനോസായി അഭിനയിച്ചതിന് ശേഷം നമ്മുടെ മലയാളികളുടെ ജോജോ ജോർജ് ഇതിൽ ഒരു ബുലോക കോമഡി പീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ പുറത്തോട്ട് പോകും, അത്രേ ഉള്ളൂ. ജോജു ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് ജയന്തി ജനത എക്സ്പ്രസ് തട്ടിമായിരിക്കും. ഇതാണ് ജോജുവിന്റെ ക്യാരക്ടർ കോമഡി പീസ്. പിന്നെ മലയാളത്തിൽ നിന്നും മറ്റൊരു നടൻ ബാബുരാജ് പൂക്കാലത്തിലെ വിജയരാഘവനെ പോലെ ട്യൂബലിട്ട് കിടന്നിട്ട് ലാസ്റ്റ് മട്ടത്ത് കയറും. കൊടുക്കാൻ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. ചിമ്പ് ഒഴികെ ബാക്കി എല്ലാവരും കോമഡി പീസുകളാണ്. അതിൽ പെരിയ 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 കോമഡി പീസ് ഇങ്ങനെയൊക്കെ പോകുന്ന ഊളപ്പടത്തിനകത്ത് ഒരാൾ കഷ്ടപ്പെട്ട പാടുപെട്ട് പണിയെടുത്തിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ AR റഹ്മാൻ കീട്ടുമായിട്ട് ചിമ്പുവിൻ്റെ എൻട്രോയിലൊക്കെ എമ്മാരി സ്കോറാണ്. പിന്നെ വെൺവിളി നായക ഓൾറെഡി അറിയാലോ, അത് വേറെ നമ്മളെ വേറെ യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോകുന്ന ലെവൽ സാധനമാണ്.